എല്ലാവർക്കും ഇൻസ്റ്റാമാസ് മല്ലുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഷാർജ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. ഈ ബീച്ചിനോട് ചേർന്നുള്ള റോഡാണ് ഇവ കാണുന്നത്. ഈ റോഡിനോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായ ഒരു ചെടികളൊക്കെ നട്ട് വളരെ മനോഹരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലെ കടലും ഒരു സൈഡിലെ റോഡും അതിലെ മനോഹരമാക്കിയിരിക്കുന്ന പൂന്തോട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വൈകുന്നേരങ്ങളിൽ വന്ന് നടക്കുവാനും ഇരിക്കാനും പറ്റിയ ഒരിടമാണ് ഓരോ ബീച്ചുകളും. അതിന് അനുബന്ധിച്ചാണ് കുട്ടികൾക്ക് കളിക്കാനായി പ്ലേ ഏരിയകളും കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു ഇടമായിട്ടാണ് ഓരോ ബീച്ചുകളും നമ്മൾ കാണുന്നത്. പിന്നെ ഈ ബീച്ചിലോട്ട് വരാൻ കാരണം ഇവിടെ കുറച്ച് നാളായിട്ട് കുറേ വർഷങ്ങളായി കാണുമെന്ന് തോന്നുന്നു ഒരു ചെറിയ ബോട്ട് ഈ മണൽ തട്ടിൽ ഇടിച്ച് അവിടെ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പ്രാവശ്യം നിങ്ങളിലൂടെ ഞാൻ എത്തിക്കുവാണ്. അങ്ങ് ദൂരെ കാണുന്ന ഒരു ചെറിയ ബോട്ട് നിങ്ങൾ നോക്കി വെച്ചോളൂ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാം. പിന്നെ അതും കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഈ തീരങ്ങളൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകാം. നാട്ടിലെ കൂട്ടൊരു ബീച്ച് കാണും നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നുമെങ്കിലും ഇവിടെ വരുമ്പോൾ ഓരോ ബീച്ചിലെയും ഓരോരോ നിയമങ്ങളായിരിക്കും. നമുക്ക് ചില ബീച്ചുകൾ നമുക്ക് ഇറങ്ങാൻ പെർമിഷൻ കാണും, ചിലയിടത്ത് നമുക്ക് ഇറങ്ങാനോ കണ്ടാസ്വദിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, ഇറങ്ങി കുളിക്കാനോ ഒന്നും പറ്റുന്നതല്ല. അങ്ങനെയുള്ള ചില ബീച്ചുകളുണ്ട്. അപ്പോൾ അവിടെ മാത്രം പെർമിഷൻ ഉള്ള ബീച്ചുകളിൽ മാത്രമേ നമുക്ക് കുളിക്കാനുള്ള അലൗഡ് ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വേണം ഓരോ ബീച്ചുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി. ഇവിടെ നമുക്ക് ഇറങ്ങുവാനോ ഇറങ്ങി കുളിക്കാനൊന്നും അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ കണ്ട് ആസ്വദിക്കാം. അപ്പം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഈ പ്രാവശ്യം ഞാനിവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ദൂരെ കാണുന്ന ബോട്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അതൊരു മണൽത്തിട്ടയിലോട്ട് ഇടിച്ചിറങ്ങി നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്, ചരിഞ്ഞ് നിൽക്കുന്നുണ്ടോ, കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ ഇത് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ ബോട്ട് എങ്ങനെ വന്ന് ഇവിടെ അടിഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇവിടെ ചോദിക്കാനൊന്നും പറയാനൊന്നും ആളില്ലാത്തതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഇങ്ങനെ മണത്തിട്ടൽ അടിഞ്ഞു കിടക്കുന്ന ബോട്ട് അങ്ങനെ നോർമൽ നമുക്ക് ഒരു ബീച്ചിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ധാരാളം ആൾക്കാരൊക്കെ വന്ന് കാണുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും വന്ന് കണ്ട് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങളെല്ലാവരും ആസ്വദിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തീരവും ഈ കടൽ തീരവും ഈ ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പോൾ കൂടുതൽ ലൈക്കും സബ്സ്ക്രൈബുകൾ വരുന്നതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇതിന് പുറകാലെ വരുന്നതായിരിക്കും. എല്ലാം കണ്ട് എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.